സകലമാനവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. വിശേഷാലിനെ ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയും ഈ പ്രവർത്തനങ്ങളുടെ പിൻപിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ബോയ് പാസ്റ്ററുകളോടും പ്രിയ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുപക്ഷെ തമ്മിൽ അറിയത്തില്ല എങ്കിലും നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. കർത്താവ് നമ്മുടെ അവസ്ഥകളെ അറിയുന്നു. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ അത് നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. ആരും അറിയാത്ത വേദനയിലൂടെ ആയിരിക്കും നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നമ്മുടെ കൂടപ്പിറപ്പുകളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരങ്ങളോ ആരും നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ നന്നായി അറിയുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ പരിമിതികളും ആമേൻ കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിപ്പാൻ വിശ്വസ്തനാണ്. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ സെഷനിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കേണ്ടത്, നമുക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ ഈ പകൽക്കാലം കർത്താവ് കൈമാറേണ്ടതിന്, കർത്താവിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആലോചനകൾ കർത്താവ് നമുക്ക് നൽകേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. റബാധുരാലക ശംദലാലകട ഹസ്യാരഗധുരാലക ശംദൽ പ്രഭാലകസിയ വിവാരഗധുരാലകട യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളും ഞങ്ങൾ ആത്മാവിശ്വാസ ജയം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ കാലം കർത്താവ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോട് വാഞ്ചയോട് അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് തൃപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങയുടെ അടുക്കൽ കടന്നു വന്നവരെ ആരും അങ്ങ് വെറുതെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ആത്മാവിലൂടെ വചനത്തിലൂടെ കർത്താവ് ഇടപെടണമേ. ദൈവിക ആലോചനകൾ പ്രാപിച്ച് കർത്താവിങ്ങൾ സന്തോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിട്ടുള്ള യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 84 അധ്യായം അതിന്റെ 10 വാക്യം. സാം 84 വേഴ്സ് 10. സങ്കീർത്തനം 84 അധ്യായം അതിന്റെ 10 വാക്യം. അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം നമുക്കറിയാം കോരഹ പുത്രന്മാർ രചിച്ച ഒരു സങ്കീർത്തനമാണ്. കോരഹ പുത്രന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കൂടാരത്തിങ്കൽ അല്ലെങ്കിൽ കാവൽക്കാരായി ശുശ്രൂഷ ചെയ്തവരാണ്. അത് ആമേൻ വായിക്കണമെങ്കിൽ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 9 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ അവരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 9 അധ്യായം അതിന്റെ 19 വാക്യത്തിൽ പറയുകയാണ്: കോരഹിന്റെ മകനായ എബ്യാസഫിന്റെ മകനായ കോരയുടെ മകൻ ശല്ലൂമും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരെ ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു. അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിന് മേൽവിചാരകന്മാരായി പ്രവേശനപാലകന്മാരായിരുന്നു. നോക്കിക്കേ, അവിടെ പറയുകയാണ് കോഹാത്യർ അല്ലെങ്കിൽ ഈ കോരഹപുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. കോരഹ്യർ അവരിൽ കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരെ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ദൈവം അവരെ നിയമിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ വശത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: കർത്താവ് ഓരോരുത്തരെയും ഓരോ കാലഘട്ടത്തിൽ ഓരോ ശുശ്രൂഷയാണ് ഏൽപ്പിക്കുന്നത്. മീൻസ് നമുക്കൊരു വ്യക്തിയെ കണ്ടിട്ട് ആ വ്യക്തി ചെയ്യുന്ന ശുശ്രൂഷ നമുക്ക് ചെയ്തെടുക്കുവാൻ ഒരുപക്ഷെ കഴിയത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഓരോ ശുശ്രൂഷകൾ വ്യത്യസ്തമാണ്. ഇവിടെ കോരഹപുത്രന്മാരെ നിയമിച്ചിരുന്നത് കൂടാരവാതിൽക്കൽ അല്ലെങ്കിൽ കൂടാരത്തിന്റെ ഉമ്മരപ്പടിയിൽ മേൽവിചാരകന്മാരാക്കി അവരെ നിർത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ വാതിൽ കാവൽക്കാരായി വാതിലിൽ അവർ കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് കിടക്കുവാൻ കഴിയത്തില്ല. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ടാബർനാക്കിൾ ആമേൻ സ്തോത്രം അകത്തോട്ട് കിടക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്, പല കാര്യങ്ങൾ നമുക്ക് പ്രാകാരം അതൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയും. അപ്പോൾ ഇവർ വാതിലിൽ മാത്രമേ ഇവർക്ക് നിൽക്കുവാൻ അനുവാദമുള്ളൂ. പക്ഷേ ഇവർക്കുള്ളിൽ ഒരു ആഗ്രഹം
ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ പറ്റി ഒരു എരിവുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 84-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അതായത് ദൈവം വസിക്കുന്ന സ്ഥലം, പ്രൈസ് ദി ലോർഡ്, തിരുനിവാസം എത്ര മനോഹരമാണ്. കാരണം അതിന്റെ മനോഹാരിത്യം ഇവർ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്നത്തെ ഈ സെഷനിൽ പരിശുദ്ധാത്മാവിൻ ദൈവമക്കളോട് കൈമാറുവാൻ നൽകിയ ഒരു ചിന്ത ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം കൊതിക്കുക. ഹല്ലേലൂയ. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരു കൂട്ടത്തെ തിരയുന്നുണ്ട്. അതാരാ? ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. പ്രിയ കർത്തൃദാസി സ്വന്തം ലീഡ് ചെയ്തപ്പോൾ അങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. ദൈവ സന്നിധാനത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് തിരയുകയാണ്. എത്ര പേർ അതിന് റെഡിയാണ്? പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഹല്ലേലൂയ സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം പറയും, കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഇരിക്കുവാൻ ഒരു വാഞ്ച എനിക്കുണ്ട്, അങ്ങയുടെ സന്നിധാനത്തിൽ ഇരിക്കുവാൻ ഒരു കൊതി എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ എന്നെ ചിന്തിപ്പിച്ചൊരു സ്തോത്രം കാര്യം ഇതാണ്. സ്തോത്രം ഒരു ഹല്ലേലൂയ പൈതൽ സ്തോത്രം എന്നോട് വന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം ആ പൈതലിന്റെ പ്രാർത്ഥനാ മുറിയിൽ കണ്ട ഒരു ദർശനമാണ്. അതിങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം യേശു ഇരുന്ന് കരയുകയാ. എന്നിട്ട് യേശു പറയുക, മോനെ, സ്തോത്രം എന്റെ ഹല്ലേലൂയ ശക്തി പലർക്കും വേണം, എന്റെ ശുശ്രൂഷ പലർക്കും വേണം, പക്ഷെ ആർക്കും എന്നെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ആരുണ്ട് എന്റെ പാദപീഠത്തിൽ ഒന്നിരിക്കുവാൻ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ പരിശുദ്ധാത്മാവിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരു ആഹ്വാനം നൽകുകയാ. ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നു, എത്ര പേർ പറയും, കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഒന്നിരിപ്പാൻ? പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേര് ഓടി നടക്കുന്നുണ്ട്, ഒത്തിരി പേര് ശുശ്രൂഷ ചെയ്യുവാൻ സ്തോത്രം ഹല്ലേലൂയ പല കാര്യത്തിലും നമുക്കറിയാം. ദൈവത്തിന്റെ വശത്തിൽ ഞാൻ അതിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. മാർത്തയെ കുറിച്ച് നമുക്കറിയാം. അവൾ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന് നല്ലത് ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ സ്വന്തം അവളുടെ ആഗ്രഹങ്ങളൊക്കെ നല്ലതാ. പക്ഷെ യേശു പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, ആ നല്ല അംശം തിരഞ്ഞെടുത്ത് മാറി അവൾ എന്ത് ചെയ്തു? കർത്താവിന്റെ കാൽക്കലിരുന്നു. സ്വന്തം ഈ പകൽക്കാലം എന്നെ കേൾക്കുന്നവരോട് ഹല്ലേലൂയ എനിക്ക് പരിശുദ്ധാത്മാവിൽ പറയുവാൻ ലഭിച്ച ദൈവിക നിയോഗം, എത്ര പേർ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ മണിക്കൂറുകൾ വേറിട്ട് മണിക്കൂറുകൾ വേറിട്ട് ദൈവപാദപീഠത്തിൽ ഇരുന്നില്ലേ? പക്ഷേ സ്തോത്രം ജീവിതത്തിന് ചില സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, ചില ബിസി ഷെഡ്യൂൾസിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥനകൾ കുറഞ്ഞുപോയി, പ്രാർത്ഥനാ മണിക്കൂറുകൾ കുറഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. വചന ധ്യാനം കുറഞ്ഞുപോയി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരു ആഹ്വാനം നൽകിയാണ്. എത്ര പേർ ആ തീരുമാനത്തിലേക്ക് മടങ്ങി വന്നിട്ട് പറയും, കർത്താവേ, ഞാൻ ദൈവത്തിന് വേണ്ടി ഇരിക്കും, ഞാൻ ദൈവശബ്ദം കേൾക്കുവാൻ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ഈ ഗ്രൂപ്പിന്റെ അകത്തുന്ന എന്നെ കേൾക്കുന്ന ഡിവൈസസിൽ ഉള്ള ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുക, അതെ സ്വന്തം നീ ദൈവ സന്നിധാനത്തിൽ ഒന്നിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. കർത്താവ് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും എന്റെ ശബ്ദം ഒന്ന് കേട്ട് വാതിൽ തുറന്നാൽ, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇഫ് there is anyone, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ ഒന്ന് തുറക്കുമോ, ഞാൻ അവന്റെ കൂടെ വന്ന് അത്താഴം കഴിപ്പാൻ. അതേ പ്രിയ ദൈവത്തിന്റെ ജനമേ, കർത്താവ് നമ്മോടൊരു കൂട്ടായ്മ ആചരിപ്പാൻ ആഗ്രഹിക്കുക. കർത്താവ് തന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ആലോചനകൾ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ടൈമില്ല. നമ്മളിങ്ങനെ ഓടി നടക്കും, നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, നമ്മൾ പാടുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ ദൈവസന്നിധാനത്തിൽ ഇരിക്കുന്നുണ്ട്? അതിന്റെ മധ്യത്തിൽ എത്ര പേർ ഹല്ലേലൂയ കൊതിയോട്, കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണമേ? യേശു കർത്താവ് നമ്മുടെ മാതൃക പുരുഷനാണ്. യേശു കർത്താവ് ശുശ്രൂഷ സ്വതം നിവർത്തിച്ചിട്ട് രാത്രികളിൽ പിതാവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. രാത്രികളിൽ യേശു കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഓ റിബാലക ഇത് പറയുമ്പോൾ ഒരു വലിയ ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം. രാത്രികളിൽ യേശു കർത്താവ് പിതാവുമായിട്ടൊരു അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. സ്തോത്രം. ഒത്തിരിയൊന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിങ്കിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ ഒരു കൂട്ടം ഈ പകൽക്കാലം ഇതിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ ദൈവമക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം തിരയുന്നത് അങ്ങനെയുള്ളവരെയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധാനത്തിലിരുന്ന് കർത്താവിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എത്ര നാളായി പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ദൈവശബ്ദം കേൾത്തിട്ട് നോക്കിക്കേ. ഇവിടെ കോരഹപുത്രന്മാർ പറയാണ്, കർത്താവേ, യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്നിട്ട് പറയാണ്, എന്റെ
ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അതേസമയം ഞാൻ മുന്നമേ ഹല്ലേലൂയ അവരെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം അവർ വാതിലിൽ നിൽക്കുന്നവരാ, അവർ വാതിൽ കാവൽക്കാർ അല്ലെങ്കിൽ ഉമ്മരപ്പടിയുടെ കാവൽ ചെയ്യുന്നവരാ. അവർ പറയുകയാ ആമേൻ ആമേൻ സ്വതം ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിക്കുകയാ. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ നോക്കി ഹൃദയം മാംസം അവൻ സ്തോത്രം ഹല്ലേലൂയ അവർക്കുള്ളതൊക്കെ യഹോവയെ നോക്കി ഘോഷിക്കുകയാണ്. 63-ാമത് സങ്കീർത്തനത്തിൽ നമുക്കറിയാം, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി വാഞ്ചിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേസമയം അവിടെ സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? അധികാലത്ത് ഞാൻ യഹോവയെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശം. അതേസമയം ഒരു ദേശത്ത് വെള്ളമില്ലെങ്കിൽ ആദ്യം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ഉണങ്ങിപ്പോകും. രണ്ടാമത് സംഭവിക്കുന്ന ഒരു പ്രോസസ് അത് വരണ്ടു പോകും. എത്ര പേര് ഈ വരൾച്ചയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഹല്ലേലൂയ. ഉണങ്ങി കുറച്ച് കഴിയുമ്പോൾ കീറിക്കിടക്കുന്നത് കാണാം നമുക്ക്. ഹല്ലേലൂയ. അതാണ് വരണ്ടു പോകുന്നത്. അതായത് ഒട്ടും വെള്ളമില്ല. പ്രൈസ് ദി ലോർഡ്. ഉണങ്ങി കഴിഞ്ഞിട്ട് വരണ്ട ഒരു മേഖലയിൽ സങ്കീർത്തനക്കാരൻ പറയുക, എന്റെ ഉള്ളം യഹോവയ്ക്ക് വേണ്ടി വാഞ്ചിക്കുകയാ. സ്തോത്രം ഹല്ലേലൂയ. എന്റെ ദേഹം കർത്താവിന് വേണ്ടി കാക്ഷിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, എത്ര പേർക്ക് പറയുവാൻ കഴിയും ജീവിതത്തിൽ ഉണങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ, വരണ്ടു കിടക്കുന്ന മേഖലകൾ, മുന്നിൽ ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് വർഷങ്ങളായി ഹല്ലേലൂയ. ഈ വരൾച്ച എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല. ആദ്യം ഉണങ്ങും, കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് വരണ്ടു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉണങ്ങിക്കിടക്കുന്ന നിർജീവമായി കിടക്കുന്ന ചില മേഖലകൾ, വരണ്ട് കിടക്കുന്ന ചില മേഖലകൾ, അതിന്റെ മധ്യത്തിൽ സാധ്യതകൾ ഒന്നും കാണുന്നില്ലെങ്കിലും എത്ര പേർക്ക് സങ്കീർത്തനക്കാരനെ പോലെ പറയുവാൻ കഴിയും, എന്റെ ഉള്ളം യഹോവയ്ക്കായി വാഞ്ചിക്കുന്നു, എന്റെ ദേഹം കർത്താവിന് വേണ്ടി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ ഈ പകൽക്കാലം പരിശുദ്ധ ആഹ്വാനം നൽകുന്ന ഒരു വിഷയം. എത്ര പേർക്ക് ദൈവ സന്നിധാനത്തിൽ ഇരിപ്പാൻ ഒരു കൊതിയുണ്ട്, കർത്താവിൽ നിന്ന് ഡയറക്റ്റ് കേൾപ്പാൻ. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവശബ്ദത്തിന്റെ പുറകെ പലരും ഓടുകയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്തോത്രം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്ന് കേൾപ്പാൻ എത്ര പേർക്ക് വാഞ്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ്. ഒത്തിരി ശബ്ദങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും, ഒത്തിരി ശബ്ദങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ ശബ്ദം ഒരുപക്ഷെ ഒരു മൃദുവായ സ്വരമായിരിക്കും, ഒരു ചെറിയ ശബ്ദമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കത് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ മക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആ കോരഹ പുത്രന്മാർ പറയുക, സ്തോത്രം, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അതേസമയം 3-ാമത്തെ വാക്യത്തിൽ കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഇവർ യാഗപീഠത്തെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഓൾട്ടർ. പ്രൈസ് ദി ലോർഡ്. അതേസമയം കർത്താവിന്റെ ആലയത്തിന്റെ അകത്തുള്ള ഒരു കാര്യമാണ് യാഗപീഠം. അപ്പോൾ വീണ്ടും ദൈവത്തെ കുറിച്ചുള്ള ഒരു എരിവ്, ദൈവത്തെ കുറിച്ചൊരു വാഞ്ച, കർത്താവിന്റെ സാന്നിധ്യത്തെ പറ്റിയ ഒരു എരിവാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്തിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ ഒരു വിദേശ രാജ്യത്തിൽ പോകുന്നതോ ഒരു ജോലി ലഭിക്കുന്നതോ സ്തോത്രം ഭാഗ്യമെന്ന് കാണുന്ന പലരുമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. സമ്പത്ത് ഉണ്ടാക്കുന്നത് ഭാഗ്യമെന്ന് കാണുന്നവരുണ്ട്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ കോരഹപുത്രന്മാർ ആ വാതിലിൽ നിൽക്കുന്നവർക്ക് ഒരു ആഗ്രഹമുണ്ട്, അകത്തൊന്ന് കയറി ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. കുരുകിലിന് ഒരു വീടുണ്ട്, മീവൽ പക്ഷിക്ക് ഒരു കൂടുണ്ട്, എന്റെ രാജാവും സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളിൽ തന്നെ. എത്ര പേർ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിന്റെ അകത്ത് ദൈവമക്കളെ ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുക. ദൈവ സാന്നിധ്യത്തെ കൊതിക്കുക. ഈ ഭൂമിയിൽ അടിഞ്ഞു പോകുന്ന ചിലതിന്റെ പുറകെ ഓടാതെ അത്രയും സമയം ദൈവ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടമുണ്ടോ? ഞാൻ സ്തോത്രം വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഒരു വ്യക്തിക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവിക ദർശനങ്ങളും, ഒരു വ്യക്തിക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത പ്രവചന ശബ്ദങ്ങളും, ദൈവിക വെളിപ്പാടുകളും, രാജ്യത്ത് നടക്കേണ്ട സംഭവങ്ങൾ, ദേശത്ത് നടക്കേണ്ട സംഭവങ്ങൾ, അതേ സഭയിൽ നടക്കേണ്ട സംഭവങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് നിങ്ങൾക്ക് നൽകും. ദൈവം പക്ഷെ തിരയുന്നത് അതേ ഹല്ലേലൂയ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടമുണ്ടോ? ഇടിവിൽ നിന്ന് കരയുവാൻ ഒരു കൂട്ടമുണ്ടോ?
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയുക, ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആമേൻ സ്തോത്രം. ഇന്ന് നമ്മെ നോക്കി കർത്താവ് എന്താണ് പറയുന്നത്? എത്ര പേർ ഹല്ലേലൂയ കർത്താവേ ഞാനുണ്ട് എന്നോടൊന്ന് സംസാരിക്കണമേ. ആ ശമൂവേലിനെ പോലെ സമർപ്പിക്കും. ഈ ആമേൻ സ്തോത്രം സെഷന്റെ പ്രാരംഭ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവമകളോട് കൈമാറുവാൻ ആഗ്രഹിക്കുക. എത്ര പേർ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ ഞാനുണ്ട്, എന്നോടൊന്ന് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പല ശബ്ദങ്ങളും ഈ ലോകത്തിൽ കേൾക്കുമ്പോൾ, ആമേൻ സ്തോത്രം, പല ഒപ്പീനിയൻസ്, പല സജഷൻസ്, പല വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ഈ ലോകത്തിൽ കേൾക്കുമ്പോൾ എത്ര പേർ പറയും, കർത്താവേ എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് അതൊന്നുമല്ല പ്രാധാന്യം, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. ആമേൻ സ്തോത്രം. അങ്ങനെ ഒരു തലമുറയെ കർത്താവ് തിരയുന്നുണ്ട്, അങ്ങനെ ഒരു തലമുറയെ കർത്താവ് വാർത്തെടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അകത്ത് പങ്കാളിത്തം വഹിപ്പാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ കിടക്കുവാണെങ്കിൽ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവം നമ്മെ അതിനു വേണ്ടി ഉപയോഗിക്കും. ആമേൻ സ്തോത്രം. കർത്താവ് ചില ദൈവിക ആലോചനകളെ നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. ബലം യഹോവയിൽ മാത്രം വെക്കുക. അപ്പോൾ ജീവിതത്തിൽ പ്രതികൂലം വരുത്തില്ല എന്നല്ല, പ്രതിസന്ധി വരുത്തില്ല എന്നാൽ, അടുത്ത വാക്കിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. കണ്ണുനീരുടെ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻവഴിയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ആര്? ബലം നിന്നിലുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നീ ബലം വെക്കുവാണെങ്കിൽ, ദൈവത്തിൽ നീ ആശ്രയിക്കുവാണെങ്കിൽ, ആമേൻ, നീ മേൽക്കുമേൽ ബലം പ്രാപിക്കും. നീ ക്ഷീണിച്ചു പോകുവാൻ ആമേൻ കർത്താവ് സമ്മതിക്കത്തില്ല. അതാണ് ഞാൻ മുന്നമേ പറഞ്ഞത്. ഈ ലോകത്തിൽ പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ അകത്ത് പറയുവാൻ കഴിയുമോ, കർത്താവേ അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. ആ ശബ്ദത്തിന് വേണ്ടിയാണ് ഞാൻ കൊതിക്കുന്നത്, ആ ശബ്ദത്തിന് വേണ്ടിയാണ് ഞാൻ വാഞ്ചിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവി കൊള്ളണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നമുക്ക് അവിടെ ഒരു പ്രാർത്ഥനയാണ് കാണുവാൻ കഴിയുന്നത്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയൊന്ന് കേൾക്കണമേ. അഭിഷേകത്തിന്റെ മുഖത്തെ ഒന്ന് കടാക്ഷിക്കണമേ. കർത്താവേ, ചെവി കൊള്ളണമേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പരിചയമായ ദൈവമേ, നോക്കണമേ. അവിടെ ഒരു പ്രാർത്ഥനയാണ് കാണുവാൻ കഴിയുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ നിലയിൽ മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളത് വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. 10ാമത്തെ വാക്യത്തിൽ, നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ എല്ലാ ആമേൻ സ്വന്തം ദിവസങ്ങളും നമ്മൾ ഓടി നടക്കുകയാണ്. ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ 6 ദിവസം നമ്മൾ ഓടി നടക്കുക. പക്ഷെ ഒരു ദിവസം നമ്മൾ കർത്താവിന്റെ സന്നിധാനത്തിൽ കഴിക്കുവാണെങ്കിൽ അത് വേറെ 1000 ദിവസത്തെക്കാൾ, പത്രോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1000 വർഷത്തെക്കാൾ ഉത്തമമാണെന്നാണ് പത്രോസ് ലേഖനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കേണ്ടത് കർത്താവിന്റെ സന്നിധാനത്തിൽ ആമേൻ ഹല്ലേലൂയ സമയങ്ങളെ ചിലവഴിക്കുക. അതാണ് പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം ഈ സെഷൻ എനിക്ക് കൈമാറുവാൻ നൽകിയ ഒരു ആലോചന. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ നോക്കുമ്പോൾ കർത്താവിന്റെ സന്നിധാനത്തിൽ സമയം ചിലവഴിച്ച പലരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു വ്യക്തിയാണ് അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 18ാമത്തെ അധ്യായത്തിൽ ആമേൻ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 18ാമത്തെ അധ്യായം അതിന്റെ 1ാമത്തെ വാക്കില്, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. നോക്കിക്കേ സ്തോത്രം. അബ്രഹാം എവിടെ ഇരിക്കുക? കൂടാരവാതിൽക്കൽ. വെയിൽ ഉറച്ചപ്പോൾ. സ്തോത്രം. വേദ പണ്ഡിതന്മാർ പറയുന്നത് ഈ അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നയാണ് എന്നാണ്. സ്തോത്രം. പല ഹല്ലേലൂയ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ പല എക്സ്പ്ലനേഷൻസ്, പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. സ്തോത്രം. നമ്മൾ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുവാണെങ്കിൽ വെയിൽ ഉറച്ചപ്പോൾ ഒരു മനുഷ്യന് കൂടാരവാതിൽക്കൽ ഇരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. വെയിൽ ഉറച്ചു. ആമേൻ സ്തോത്രം. ഇനി ഹല്ലേലൂയ വീട്ടിൽ കയറിയിരിക്കേണ്ട മനുഷ്യനാണ്. പക്ഷെ താൻ എവിടെ ഇരിക്കുക? കൂടാരവാതിൽക്കൽ ഇരിക്കുക. അടുത്ത വാക്യം പറയുന്നത്, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആത്മാവിൽ മനസ്സിലാക്കി, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, സ്തോത്രം ഹല്ലേലൂയ, ഈ അബ്രഹാം ചിലതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. 24ാമത്തെ വർഷം അല്ലെങ്കിൽ അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോഴാണ് ഈ പുരുഷന്മാർ തന്റെ ഭവനത്തിൽ കടന്നു വരുന്നത്. അവർ ചില ദൈവിക ആലോചനകളെ തന്നോട് കൈമാറുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അടുത്ത വർഷം ഈ ആണ്ടിൽ നിനക്കൊരു മകൻ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനുഷ്യർ ഒരുപക്ഷെ അകത്ത് കയറിയിരുന്നെങ്കിൽ ഇവരെ കാണത്തില്ലായിരുന്നു. ഈ ആമേൻ സ്തോത്രം. തല പൊക്കി നോക്കിയപ്പോൾ
3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലത് കാണണമെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ ഉച്ചരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവ സന്നിധാനത്തിൽ ഹല്ലേലൂയ വില കൊടുത്ത് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരോട് ദൈവം ചില ആമേൻ ആലോചനകൾ കൈമാറും. നീ ഒരുപക്ഷെ നാളുകളായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സെഷനിൽ ആരോടോ ഒരു ദൂത് കൈമാറുക. വർഷങ്ങളായി വെയിറ്റ് ചെയ്യുന്ന ചില വാഗ്ദത്തത്തിന്റെ സമയം അടുത്തിരിക്കുക. റാന്തൽ പ്രവാലഘടക ശന്തോരിയാസിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാഗ്ദത്തങ്ങൾ ചിലത് ജീവിക്കേണ്ട സമയമായി. റാന്തോ റിവാല പ്രബൽ ഘടകസിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വർഷങ്ങളായി വെയിറ്റ് ചെയ്ത ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ആരോടോ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഇടപെടുക. നീ കൂടാര വാതിൽക്കൽ ആമേൻ സ്തോത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നീ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിന്നോടാണ് ദൈവാത്മാവ് ഇടപെടുന്നത്. ചൂടാരബാലക ശബ്ദൽ ഘടകസിയ ആമേൻ നിന്റെ വാഗ്ദത്തത്തിന്റെ സമയം അടുത്തിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാട്ടിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ സ്തോത്രം താൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ താൻ കാണുവാൻ ഇടയായിട്ടത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ എന്ത് കിട്ടി? ആലോചന കിട്ടി. പ്രാർത്ഥിക്കുന്നവൻ എന്ത് കിട്ടി? വെയിറ്റ് ചെയ്യുന്നവൻ എന്ത് കിട്ടി? ദൈവശബ്ദം കിട്ടി. ഹല്ലേലൂയ. 19-ാമത്തെ അധ്യായത്തിൽ ദൈവമക്കൾ കടന്നു വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ കണ്ടു. അബ്രഹാം താൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ 19-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുക ലോത്തിനെ കുറിച്ച് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ, വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഇരിപ്പിടം എവിടാ? ഹല്ലേലൂയ. നിന്റെ ഇരിപ്പിടം എവിടാ? പ്രൈസ് ദി ലോർഡ്. നീ ഇരിക്കുന്ന റൈറ്റ് പ്ലേസിലാണെങ്കിൽ നിനക്ക് ലഭിക്കേണ്ട ആലോചനകൾ ലഭിക്കും. നിനക്ക് ലഭിക്കേണ്ട ദർശനങ്ങൾ ലഭിക്കും. നിനക്ക് ലഭിക്കേണ്ട അരുളപ്പാടുകൾ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പലതും പ്രാപിപ്പാൻ കഴിയാത്തത് ഇരിപ്പിടം മറ്റൊരിടക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ഇന്ന് പരിശുദ്ധാത്മാവ് പകൽക്കാലം ഹല്ലേലൂയ പറയുന്നൊരു ദൈവിക ആലോചന. ആമേൻ. നിന്റെ ഇരിപ്പിടം എവിടാ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശോധന ചെയ്താട്ടെ. നമ്മുടെ ഇരിപ്പിടം എവിടാ? നമ്മൾ മണിക്കൂറുകൾ പരിഹാസികളെ പോലെ മറ്റുള്ളവരെ പരിഹസിച്ച് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് ആമേൻ സ്തോത്രം ആയിരിക്കുകയാണോ? അതോ കർത്താവിന്റെ പാദപീഠത്തിലാണോ നമ്മൾ ഇരിക്കുന്നത്? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു. ആമേൻ. കോരഹപുത്രന്മാർ ഇങ്ങനെ പറഞ്ഞു. ആമേൻ. നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാ. പ്രിയപ്പെട്ടവരെ, ദൈവ സന്നിധാനത്തിൽ ഇരിക്കുവാൻ ഒരു കൊതിയുണ്ടോ? ദൈവ സന്നിധാനത്തിൽ ഇരിക്കുവാൻ ഒരു വാഞ്ചയുണ്ടോ? മണിക്കൂറുകൾ മൊബൈലിന്റെ മുൻപിൽ നമ്മൾ ഇരിക്കും. മണിക്കൂറുകൾ ടിവിയുടെ മുൻപിൽ നമ്മൾ ഇരിക്കും. മണിക്കൂറുകൾ പലതിനും നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോൾ ആമേൻ ആമേൻ ഹല്ലേലൂയ. പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ഇന്നൊരു തീരുമാനമെടുക്കും? കർത്താവേ, ഞാനുണ്ട് അങ്ങയുടെ സന്നിധാനത്തിൽ ഇരുപ്പാൻ. ഞാനുണ്ട് ദൈവ ശബ്ദം കേൾക്കുവാൻ. എന്നോടൊന്ന് സംസാരിക്കണമേ. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുക പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഞ്ചയോടെ നിങ്ങളാണോ? ദൈവം നിങ്ങളോട് ഇടപെടും. ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ അബ്രഹാമിനെ കുറിച്ച് ഈ അധ്യായത്തിൽ നമുക്ക് കാണുമ്പോൾ എന്റെ വിഷയം ദൈവ സന്നിധാനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ സമയം ഓടിപ്പോവുകയാണല്ലോ. അവൻ സ്തോത്രം. അവിടെ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് 16-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോതോം വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ ദൈവശബ്ദം അബ്രഹാമിന് കിട്ടി. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറയുന്നുണ്ട്, അടുത്ത ആണ്ടിൽ ഈ വർഷം നിനക്ക് ഒരു മകനെ ക്ഷണിക്കും. അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തത്തെ കുറിച്ച് ഒരു ദൂത് ആമേൻ ഹല്ലേലൂയ പുരുഷന്മാർ അല്ലെങ്കിൽ ദൂതന്മാർ അബ്രഹാമിനോട് പറയുകയാണ്. എന്നിട്ട് അവർ അവിടുന്ന് പുറപ്പെട്ട് സോതോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോട് കൂടെ പോയി. അപ്പോൾ ദൈവം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 17-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുന്നു. സ്തോത്രം. ദൈവം അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിന് മറച്ചു വെക്കുമോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമോ എന്നൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രൈസ് ലോർഡ്. ഞാൻ ചെയ്യുവാനിരിക്കുന്ന, നമ്മുടെ പേരൊന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് ദൈവം പറയാൻ കർത്താവിന് പറ്റുമോ? ഞാൻ ചെയ്യാനിരിക്കുന്ന ഈ വ്യക്തിയിൽ നിന്ന് ഞാൻ മറച്ചു വെക്കുമോ? കാരണം അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് താൻ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു എന്നാണ്. പ്രൈസ് ലോർഡ്. ദൈവം പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളോട്
പ്രവർത്തനങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ട ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം ഇവിടെ പറയുന്ന ഒരു കാര്യം, കർത്താവ് ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിന് മറച്ചു വെക്കത്തില്ല എന്നാണ്. അതായത് ദൈവം അവിടെ സോതോം പട്ടണത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ സോതോമിൽ ഒരു വ്യക്തിയുണ്ട്, ആര്? ലോത്ത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ നമുക്ക് അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്ന ദൈവസന്നിധാനത്തിൽ നിന്നു എന്നുള്ളതാണ്. അത് ദൈവമക്കൾ മനസ്സിലാക്കണമെങ്കിൽ 22-ാമത്തെ വാക്യം അതിന്റെ അവസാന പദത്തിൽ അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോതോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ തുടങ്ങിയത് കൂടാരവാതിൽക്കൽ ഇരുന്ന അബ്രഹാം തലപൊക്കി നോക്കി. അപ്പോൾ വെറുതെ അവിടെ കുത്തിയിരുന്നതല്ല അബ്രഹാം. അവൻ വെയിറ്റ് ചെയ്യുന്ന അബ്രഹാമിന് എന്തുണ്ട്? ഒരു തിടുക്കമുണ്ട്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. എന്താണ്, ആരാണ് വരുന്നത്? അവൻ ദൈവം ആരെങ്കിലും അയക്കുന്നുണ്ടോ എന്നോടുള്ള ആലോചന. കാരണം ഈ അബ്രഹാമിന്റെ മൈൻഡിൽ ഫുൾ ഹല്ലേലൂയ വാഗ്ദത്തം കിടക്കുകയാ. ദൈവം ഒരിക്കൽ തന്നോട് സംസാരിച്ചു, വാഗ്ദത്തം കിടക്കുന്നു. അപ്പോൾ താൻ ഒരു മേബി ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ താൻ ഹല്ലേലൂയ ഒരു അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ താൻ ഇങ്ങനെ തലപൊക്കി നോക്കിയപ്പോഴല്ലേ അവരെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രഹാം വെറുതെ ഇരിക്കുവല്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ ലോത്തിനെ പോലെ പട്ടണവാതിൽക്കൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. അബ്രഹാം തിടുക്കമുണ്ട്. ഇവിടെ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പുരുഷന്മാർ അവിടെ നിന്ന് പോയി. പക്ഷേ അബ്രഹാം എന്ത് ചെയ്യാം? അവിടെ തന്നെ നിൽക്കുക. കാരണം അബ്രഹാമിന് മനസ്സിലായി സോദോം നശിപ്പിക്കപ്പെടുവാൻ പോവുക. അതുകൊണ്ട് താൻ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ നിന്ന്. എന്നിട്ട് അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോട് കൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, 45 ഉണ്ടെങ്കിൽ, 40 ഉണ്ടെങ്കിൽ, ഇങ്ങനെ കർത്താവ് എന്നോടൊന്ന് ക്ഷമിക്കണമേ, 10 ഉണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കുമോ? കാരണം ഇടിവിൽ നിൽക്കുന്നവന് ഒരു ഭാരമുണ്ട്. ഇടിവിൽ നിൽക്കുന്ന നശിച്ചു പോകുന്നവരെ കുറിച്ചൊരു ഭാരമുണ്ട്. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ദൈവമക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മിൽ എത്ര പേർക്ക് നശിച്ചു പോകുന്നവരെ കുറിച്ചൊരു ഭാരമുണ്ട്. നമ്മിൽ എത്ര പേർക്ക് നശിച്ചു പോകുന്നവരെ കുറിച്ച് ഭാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ വിളിച്ചത് ഈ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന ചിലതിന്റെ പുറകെ പോയിട്ട് ചിലത് നേടി ജീവിതം തീർപ്പാൻ അല്ല. ഹല്ലേലൂയ. നമുക്കൊരു വലിയ ദൗത്യം കിടപ്പുണ്ട്. ആമേൻ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാന വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് ഹല്ലേലൂയ പ്രസംഗിക്കണം, നിങ്ങൾ അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീന്നാണ് കർത്താവിന്റെ വചനം. ആമേൻ. സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കുവാൻ ഒരു വാഗ്ദത്തം എല്ലാവർക്കും ഉള്ളത്. അത് ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രമല്ല, ദൈവമക്കളാകുന്ന നമുക്ക് ഓരോരുത്തരുടെയും ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ട് നമുക്ക് പറയുവാൻ ഒത്തിരി വർഷത്തിന്റെ പാരമ്പര്യം ഉണ്ടായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അബ്രഹാം പറയുക, കർത്താവിനോട് അടുത്ത് ചെന്നിട്ട് താൻ പറയുക, ദുഷ്ടനോട് കൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ആമേൻ. ഇടിവിൽ നിൽക്കുന്ന ഒരു അബ്രഹാം ഉണ്ടെന്നും ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കുന്ന ഒരു അബ്രഹാം ഉണ്ടെന്നും ദൈവത്തിന് മനസ്സിലായപ്പോൾ കർത്താവ് പറയുക, ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനെ മറച്ചു വെക്കുമോ? ഞാൻ ഹല്ലേലൂയ വചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, സ്തോത്രം, നമ്മൾ ദൈവസന്നിധാനത്തിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഒരുപക്ഷെ ഒരു പ്രവാചകനോടോ ഒരു പുരോഹിതനോടോ ഒരു അഭിഷക്തനോടോ കർത്താവ് കൈമാറാത്ത ദൂത് നമ്മോട് ദൈവം കൈമാറും. ഇതിന്റെ ചില സഹോദരിമാരോട് പരിശുദ്ധാത്മാവ് പറയുക, അതെ, പ്രാർത്ഥനയിൽ ഹല്ലേലൂയ വീണ്ടും മുന്നേറട്ടെ, പ്രാർത്ഥനയിൽ വീണ്ടും കയറി വരട്ടെ. ചില ദൈവിക ആലോചനകൾ, ആമേൻ, ചില വെളിപ്പാടുകൾ ചിലരുടെ പ്രാർത്ഥനാ കർത്താവ് നൽകും. ആമേൻ. ഹല്ലേലൂയ. ചിലരോട് ദൈവാത്മാവ് പറയുന്ന ഒരു ദൂതിതാണ്, അനുസരണം, നീ ദൈവസന്നിധാനത്തിൽ ഒന്ന് ഇരിക്കുമോ? കർത്താവ് തിരയുന്നത് അങ്ങനെ ഒരു കൂട്ടത്തെയാ. എത്ര പേർ കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരിപ്പാൻ റെഡിയാണ്? ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ് അത്. 22-ാമത്തെ വാക്യം, ദൈവ സന്നിധാനത്തിൽ തന്നെ നിന്നു. ഹല്ലേലൂയ. ആമേൻ. ആ പുരുഷന്മാർ അവിടെ നിന്ന് പോയി. പക്ഷെ ഈ മനുഷ്യൻ അവിടെ നിന്നിട്ട് ആമേൻ ഇടിവി നിൽക്കുക. ലോത്തിന് വേണ്ടി താൻ ഇടിവി നിൽക്കുക. ആമേൻ. ആമേൻ. സ്വന്തം പ്രതിസന്ധി വരൂ
എന്ന് അബ്രഹാം മനസ്സിലാക്കിയപ്പോൾ ഇടിവി നിൽക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധി വന്നിട്ടും വരുമെന്ന് അറിഞ്ഞിട്ടും ഹല്ലേലൂയ നമ്മൾ കേറിക്കിടന്ന് ഉറങ്ങുന്നവരല്ലേ. പ്രൈസ് ലോ യോനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്, അടിത്തട്ടിൽ ഉറങ്ങുന്ന യോന. പ്രൈസ് ലോ അവൻ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുക. എല്ലാ ജാതികളായിട്ടുള്ളവരും അവിടെ അവരവരുടെ ദേവന്മാരെ വിളിക്കുക. പക്ഷെ ഈ യോന എന്ത് ചെയ്യുക? അടിത്തട്ടിൽ കിടന്നുറങ്ങുക. നമ്മൾ അങ്ങനെയാണോ എന്ന് ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ശോധന ചെയ്യണം. വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ശോധന ചെയ്യുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ പ്രൈസ് ലോ ഞാൻ ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി അബ്രഹാമാണ്. ദൈവത്തിന്റെ സന്നിധാനത്തിൽ താൻ നിൽക്കുവാൻ ഇടയായി തീർന്നു. യഹോവയുടെ സന്നിധിയിൽ നിന്നു താൻ ഇടുങ്ങി നിന്നതുകൊണ്ട് താൻ ഒരു ദൈവപ്രവൃത്തി കണ്ടു. ഹല്ലേലൂയ. താൻ കർത്താവിനോട് കർത്താവിനോട് ക്ഷമിക്കണമേ. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, കർത്താവിനോട് ക്ഷമിക്കണം, എങ്ങനെങ്കിലും സ്തോത്രം ഹല്ലേലൂയ തന്റെ സഹോദരപുത്രനെ രക്ഷിക്കണമെന്ന് അബ്രഹാമിന് ആഗ്രഹമുണ്ടായിരുന്നു. സ്വരം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മറ്റു നശിച്ചു പോകുന്നവരെ കുറിച്ചൊരു ഭാരം നമുക്കുണ്ടോ? ഹല്ലേലൂയ. നമുക്കങ്ങനെ ഒരു ഭാരമുണ്ടെങ്കിലേ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയോ? അങ്ങനെ ഒരു ഭാരമുണ്ടെങ്കിലേ ഹല്ലേലൂയ നമുക്കറിയാം അവരൊക്കെ നശിച്ചു പോകും, കാരണം അവർ സത്യം അറിഞ്ഞിട്ടില്ല. പക്ഷെ സത്യം അറിഞ്ഞ നമ്മൾ എത്ര പേരൊരു തീരുമാനം എടുത്ത് കടന്നു വരും. കർത്താവ് ഞാൻ ചിലർക്ക് വേണ്ടി എഴുതി നിൽക്കും. ഒരുപക്ഷെ സ്വന്തം നമുക്ക് പോയി ചെന്ന് സുവിശേഷം പറയുവാൻ കഴിയത്തില്ലായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ഹല്ലേലൂയ സ്വന്തം അവരോട് വിളിച്ചു സംസാരിക്കാൻ കഴിയത്തില്ലായിരിക്കും. നമ്മുടെ അയൽപക്കത്തുള്ള എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അത് പ്രാർത്ഥിപ്പാൻ കഴിയും. അബ്രഹാമിനെ പോലെ ദൈവസന്നിധാനത്തിൽ നിന്ന് ഇടിവ് നിൽപ്പാൻ നമുക്ക് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ കിടക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വ്യക്തിയാണ് യോശുവ. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരുന്ന ഒരു മനുഷ്യനാണ്. വിട്ടുപിരിയാതെ കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം, വലിയ ഒരു ജനത്തെ നയിക്കേണ്ടതിന് ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ്. കർത്താവ് മോശയിലൂടെ ഒരു ജനത്തെ നയിക്കുകയാണ്. പക്ഷേ സ്തോത്രം ഹല്ലേലൂയ, ഈ ജനം ദൈവഹിതമില്ലാത്ത പല പ്രവൃത്തികൾ ഇസ്രായേലിയർ ചെയ്യുവാൻ ഇടയായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. സ്തോത്രം. ശുശ്രൂഷക്കാരനായ യോശുവ എഴുന്നേറ്റു. മോശയ്ക്ക് ശുശ്രൂഷകനായി ചെയ്തുകൊണ്ട് അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് യോശുവ. പർവ്വതത്തിലേക്ക് കയറിയ കർത്താവ് തന്നെ വീണ്ടും പർവ്വതത്തിലേക്ക് കടന്നു വരുവാൻ വിളിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം സ്തോത്രം, ഈ മോശ പർവ്വതത്തിലേക്ക് കയറി ചെന്നപ്പോൾ താഴെ മോശ വരുവാൻ വൈകുന്നു എന്ന് പറഞ്ഞ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവിടെ നമസ്കരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഈ മോശയോട് ദൈവീയ ആലോചനകളെ കൈമാറുകയാണ്. അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. വലിയ ഒരു ബഹളവും ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ ഈ മോശ പർവ്വതത്തിൽ ഇരിക്കുക. അപ്പോൾ കർത്താവ് തന്നോട് പറയുക, മോശ നീ താഴോട്ടൊന്ന് ചെല്ലണം, കാരണം നിന്നിലൂടെ ഞാൻ വിടുവിച്ചെടുത്തോണ്ട് വന്ന ഈ ജനത്തെ ഞാൻ സംഹരിച്ചു മാറ്റും. നമുക്കറിയാം അവിടെ മോശ എന്ത് ചെയ്യും? മോശ കർത്താവിന്റെ സന്നിധിയിൽ ഇടിവിട്ട് പറയുക, കർത്താവേ സ്തോത്രം, ശത്രു പറയുവാൻ അനുവദിക്കല്ലേ, മിസ്രയീമ്യർ പറയല്ലേ, വലിയ ഭുജം കൊണ്ട് കർത്താവ് അവരെ വിടുവിച്ചിടുക, അവരെ കനാൻ ദേശത്തിലേക്ക് നയിക്കാൻ കഴിയാത്തത് കൊണ്ട് കർത്താവ് അവരെ സംഹരിച്ചു ശത്രു പറയല്ലേ എന്ന് പറഞ്ഞ മോശ അവിടെ ഇടിവി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് അവിടെ കാണുവാൻ കഴിയും 32-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, ജനം ആർത്ത് വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിന് അവൻ, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷം അത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യോശുവ എവിടെ ഇരിക്കുകയാണെന്നറിയാമോ? പർവ്വതത്തിന്റെ അടിത്തട്ടിൽ, താഴെയുള്ള തട്ടിൽ ഇരിക്കുക. അപ്പോൾ യോശുവയ്ക്ക് താഴെ നടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല. അഹരോനും കൂട്ടരുമാണ് അവിടെ വിഗ്രഹത്തെ വാർത്തുണ്ടാക്കി സ്തോത്രം അതിനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നമസ്കരിക്കുന്നത്. ഈ യോശുവ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം തന്നെ 33-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അത് കിടപ്പുണ്ട്. അവിടെ പറയുകയാണ്, സ്തോത്രം, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യോശുവയ്ക്ക് പണിയൊന്നുമില്ലെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. സ്തോത്രം ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും യോശുവ അവിടെ ഇരുന്നത്? യോശുവ ഒരുപക്ഷെ കർത്താവ് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന, കാരണം
അവൻ യോശുവയ്ക്ക് അറിയത്തില്ല ഈ മോശ കഴിഞ്ഞിട്ട് ഈ ജനത്തെ നയിക്കേണ്ടത് താനാണെന്ന്. ആമേൻ സ്വന്തം കർത്താവ് തന്നെ കുറിച്ച് പല സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് യോശുവയെ കുറിച്ച്. നമുക്കറിയാം ഹല്ലേലൂയ, ദേശം ഒറ്റുനോക്കുവാൻ പോകുമ്പോൾ 2 പേര് കാലേബും യോശുവയും മാത്രമേ ഉള്ളായിരുന്നു. ജനത്തെ മിണ്ടാതാക്കിയിട്ട് മോശയോടെ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അനാക്കിന്റെ മല്ലന്മാരുണ്ടെങ്കിലും ദൈവം നമുക്ക് ആ ദേശം തരും. ഒരു പ്രത്യാശയുടെ വാക്ക്, ഒരു വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ 2 പേരിൽ ഒരാളാണ് ഈ യോശുവ. ഈ യോശുവയെ കുറിച്ച് ഇവിടെ പറയുകയാണ്, ഈ ബാല്യക്കാരൻ എന്ത് ചെയ്യുക, കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. നമ്മുടെ നടുവിൽ എത്ര ബാല്യക്കാരുണ്ട് ദൈവത്തിന്റെ സന്നിധാനത്തെ വിട്ടുപിരിയാതിരിക്കുവാൻ. ഈ ഒരു തലമുറയിൽ എത്ര പേരുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നെ ഒത്തിരിയധികം വേദനപ്പെടുത്തിയ അനുഭവങ്ങളാണ് ഞാൻ അതിൽ കേട്ടത്. പ്രൈസ് ലോർഡ്. ഒത്തിരി യുവതലമുറകൾ ആമേൻ ഹല്ലേലൂയ വിദേശ രാജ്യങ്ങളിൽ ആമേൻ US UK പോയിട്ട് അവർക്ക് അവിടെ പലരും വാളും കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് പാപം എന്ന് അറിയാവുന്ന കാര്യങ്ങൾ പോലും ഇവർ ചെയ്തു പോവുകയാണ്. കാരണം പലരും വാളുകൊണ്ട് കൊല്ലാൻ നടക്കുക. എത്രയോ പ്രതിസന്ധികളിലൂടെ ആമേൻ യുവതലമുറകൾ കടന്നു പോകുമ്പോൾ എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, പ്രൈസ് ലോർഡ്, ആമേൻ സ്തോത്രം. ഇവിടെ ഒരു ബാല്യക്കാരനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോശുവ എന്തു ചെയ്തു? വിട്ടുപിരിയാതെ കൂടാരത്തിലിരുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. മോശ ഹല്ലേലൂയ കയറിപ്പോയി പർവ്വതത്തിൽ ആമേൻ ആലോചന എടുക്കുവാൻ, ആമേൻ ദൈവത്തിങ്കിൽ നിന്ന് അരുളപ്പാട് എടുക്കാൻ മോശ പോയപ്പോൾ മോശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ബാല്യക്കാർക്ക് അവൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇന്നത്തെ യൂത്ത്സിന് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അവർ വെറുതെ വീട്ടിയിരുന്നാലും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോണിൽ നോക്കി അങ്ങനെ പല കാര്യത്തിനും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എത്ര പേർ ദൈവ സന്നിധാനത്തിൽ വിട്ടുപിരിയാതിരിക്കും. അങ്ങനെ ഒരു തലമുറയാണ് കർത്താവ് തിരിയുന്നത്. ഞാൻ ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് യോശുവയെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് ദൈവം തന്റെ ആത്മാവിനെ യോശുവയുടെ മേൽ പകർന്നു എന്ന് സംഖ്യാപുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 27:18 നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ അവിടെ കാണുവാൻ കഴിഞ്ഞു, യഹോവ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായി യോശുവെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായി എലയാസിന്റെയും സർവ്വസഭയുടെ മുൻപാകെ നിർത്തി അവർ കാണുക അവന് ആജ്ഞ കൊടുക്കുക. പ്രൈസ് ലോർഡ്. അവിടെ പറഞ്ഞിരിക്കുന്ന പദം എന്റെ ആത്മാവുള്ള പുരുഷനായി നിന്റെ മകനായ യോശുവ. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തിന് അറിയാം കർത്താവിന്റെ ആത്മാവ് ഈ യോശുവയുടെ മേലുണ്ട്. സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ. ആമേൻ. ആവർത്തന പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ അവസാന അധ്യായങ്ങളിൽ മോശ തന്നെ അഭിഷേകം ചെയ്തിട്ട് തന്നെ ഓർത്തിരിക്കുകയാണ്. ആമേൻ. മോശ പറയുന്നുണ്ട്, എന്റെ കൂടെ ഇരുന്ന കർത്താവ് തന്നെ നിന്നിലൂടെ ഈ ജനത്തെ നയിക്കട്ടെ. ആമേൻ. സ്തോത്രം. യോശുവയ്ക്ക് പേടിയുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം തന്നോട് പറയുക, നീ ഉറപ്പുള്ളവനായിരിക്കുക, നീ ധൈര്യമുള്ളവനായിരിക്കാം. ആമേൻ. നിന്റെ ആയുഷ്കാലത്തൊക്കെയും ഒരു മനുഷ്യനും നിന്റെ നേരെ ആമേൻ നിൽക്കത്തില്ല. ഞാൻ മോശയോട് ഇരുന്നത് പോലെ നിന്നോട് ഇരിക്കും. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആമേൻ ധൈര്യം ക്ഷയിച്ചു പോകണ്ട. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. 2 വ്യക്തികളെയും കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വ്യക്തിയാണ് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം, അവിടെ ഹല്ലേലൂയ ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ 36 മുതൽ 38 ഹല്ലേലൂയ ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ, പ്രൈസ് ലോർഡ്, വിട്ടുപിരിയാതെ. ആ പദം ഞാൻ ഹല്ലേലൂയ ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവാലയം വിട്ടുപിരിയാതെ ആമേൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചവൾ എന്ത് കണ്ടു? യേശുവിനെ കണ്ടു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവൾ വാഗ്ദത്തത്തെ കണ്ടു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. അപ്പോൾ യേശുവിനെ കുറിച്ച് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഹല്ലേലൂയ. ഇവൾ വിട്ടുപിരിയാതെ ദൈവസന്നിധിയിൽ ഇരുന്നത് കൊണ്ട് ദൈവം ഇവൾക്ക് വെളിപ്പാടുകളെ കൊടുത്തതാ. ദൈവം ഇവളോട് സംസാരിച്ചതാ. ആമേൻ. വചനധ്യാനത്തോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്നൊരു സഹോദരിയാണ്. ആമേൻ. സ്വതം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എന്നെ കൊണ്ട് ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ വേറിട്ടിരിക്കുവാൻ കഴിയണം. ഈ ദിവസങ്ങളിൽ കർത്താവ് അങ്ങനെ ഒരു തലമുറയാണ് ആമേൻ സ്തോത്രം തിരയുന്നത്.
കർത്താവ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഒത്തിരി വൻ കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒത്തിരി പേർ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നുണ്ട്, ഒത്തിരി പേർ ഹല്ലേലൂയ വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, ഒത്തിരി പേർ പാടുന്നുണ്ട്. നമുക്കതൊന്നും ചെയ്യുവാൻ കഴിയും. അവർക്ക് വേണ്ടി ഇരുന്നിടുവിന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയും. നമ്മുടെ പ്രതിഫലം വലുതാണ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലം വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു വ്യക്തിയാണ് ഞാൻ മുന്നമേ പറഞ്ഞ മറിയ. മാർത്തയുടെ സഹോദരിയായ മറിയ. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 10-ാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത് വാക്യത്തിൽ, എന്നാൽ അല്പമേ വേണ്ടുള്ളൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഇത് യേശു പറയുന്ന ഒരു വാക്കാണ്. മാർത്ത പലതിനെയും ചൊല്ലി വിചാരപ്പെടുമ്പോൾ കർത്താവ് അവളോട് പറയുന്ന ഒരു കാര്യമാണ്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ആ നല്ല അംശം മറിയ തിരഞ്ഞെടുത്തു. എന്തായിരുന്നു ആ നല്ല അംശം? അത് നമുക്ക് 39-ാമത് വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ മറിയ ചെയ്ത 2 കാര്യമേ ഉള്ളൂ. ഒന്നെന്തുവാ? കാൽക്കലിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2 വചനം കേട്ടു. ദൈവമക്കളെ, ഇരിക്കാതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്നവരെ കേൾക്കത്തോളൂ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ 4 പേരെ കുറിച്ച് ചിന്തിച്ചു. 1 അബ്രഹാം, 2 യോശുവ, 3 സ്തോത്രം ഹല്ലേലൂയ ഹന്ന പ്രവാചകി, 4 ഈ മറിയ. ഒത്തിരി പേരെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ ദൈവസന്നിധാനത്തിൽ വിട്ടുപിരിയാതിരുന്നവരാ. ഇവരിലൂടെ ഒക്കെ കർത്താവ് ഹല്ലേലൂയ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹന്നയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, ഹന്ന പ്രവാചകിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. ആ 2-3 വാക്യത്തിനകത്ത് മാത്രമേ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വം ഒതുങ്ങുന്നുള്ളൂ. പക്ഷെ അവളും ദൈവത്തിന്റെ വചനത്തിൽ ഒരു സ്ഥാനം ഹല്ലേലൂയ അവൾക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ഒരു ചരിത്രത്തിൽ ഒരു പ്ലേസ്, ഒരു പൊസിഷൻ അവൾക്കും ലഭിച്ചു. കാരണം എന്താ? അവൾ വിട്ടുപിരിയാതെ ആലയത്തിൽ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മറിയ തിരഞ്ഞെടുത്ത 2 കാര്യം. 1 കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു, 2 വചനം കേട്ടു. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. ഈ ഒരു ജനറേഷനിൽ ഓടി നടന്ന് ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ പലതും പറയുന്നുണ്ട്. പക്ഷേ സ്തോത്രം, കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് നമുക്ക് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് എന്തെങ്കിലും കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ചില ദൈവീക വെളിപ്പാടുകൾ, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ ഹല്ലേലൂയ കർത്താവ് നമുക്ക് നൽകും. പക്ഷെ നമ്മൾ ഇരിക്കുവാൻ റെഡിയാണോ? ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ സഹോദരിമാരോടും, ഈ സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഹല്ലേലൂയ ഓരോ സഹോദരന്മാരോടും, ഓരോ കർത്തൃദാസന്മാരോടും സ്തോത്രം ഹല്ലേലൂയ എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ഹല്ലേലൂയ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. എന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ നല്ലതാണ്. നിന്റെ പ്രാകാരങ്ങളിൽ ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ നല്ലതാണ്. ആ കോരഹപുത്രന്മാർ നിന്റെ ആലയത്തിൽ വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഞാൻ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഒരു തലമുറയെ തിരയുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ സന്നിധാനത്തിൽ ഇരുന്ന് പ്രാപിക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്ന് കേട്ട് മറ്റുള്ളവരെ അനുഗമിച്ച് ഇമിറ്റേറ്റ് ചെയ്ത് പോകാനല്ല, ദൈവത്തിങ്കിൽ ചില വ്യത്യസ്തമായ അനുഭവം, ഡിഫറെന്റ് ആയിട്ട് പരിശുദ്ധാത്മാവിനോട് അങ്ങനെയാണ് പറയുന്നത്. വ്യത്യസ്തമായ ചിലത് എല്ലാവരും ചെയ്യുന്നത് പോലോ എല്ലാവരും പറയുന്നത് പോലെ അല്ല, വ്യത്യസ്തമായി ഡിഫറെന്റ് ആയിട്ട് കർത്താവ് നമുക്ക് നൽകും. പക്ഷേ വി ഷുഡ് ബി റെഡി. നമ്മൾ ഹല്ലേലൂയ തയ്യാറായിരിക്കണം കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരിപ്പാൻ. ഹല്ലേലൂയ. ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തെയും ശുശ്രൂഷയെ കുറിച്ചും ഞാൻ പലയിടത്തും പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് എന്നാണ് ഹല്ലേലൂയ സ്തോത്രം താൻ ഹല്ലേലൂയ. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, തന്റെ ആ കാലഘട്ടത്തിൽ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ തന്റെ ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകനോ കേൾക്കാത്ത ചിലതാണ് ഏലിയാവ് തന്റെ പ്രാർത്ഥന മുറിയിൽ കേട്ടെ, അല്ലേ? ഹല്ലേലൂയ. മഴയുടെ മുഴക്കം. പർവ്വത മുകളിലാണ് തന്റെ പ്രാർത്ഥനാ മുറി. ആ പർവ്വതത്തിന്റെ മുകളിൽ മുഴങ്കാലുകളുടെ നടുവിൽ തല കുനിച്ചു വെച്ചുകൊണ്ട് വാഗ്ദത്തം ഹല്ലേലൂയ കേട്ട വ്യക്തിയാണ് ഏലിയാവ്. സ്വന്തം ഈ ഏലിയാവ് തന്നെയാണ് രാജകൊട്ടാരത്തിൽ കയറി പറഞ്ഞ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. അപ്പോൾ തന്റെ വാക്കിന് അത്രമാത്രം ശക്തിയുണ്ട്, അല്ലെങ്കിൽ തന്നോട് ദൈവമാണ് സംസാരിച്ച എന്നൊരു ഉറപ്പ് ആർക്കുണ്ട്? ഏലിയാവിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഏലിയാവ് പറയുക, ഞാൻ പറഞ്ഞിട്ടേ ഇത് ഉണ്ടാകത്തുള്ളൂ, ഞാൻ പറഞ്ഞിട്ടേ ഇത് സംഭവിക്കത്തുള്ളൂ. പക്ഷേ ഏലിയാവിനോട് ദൈവം പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ ചെന്ന് ആഹാബിനെ കാണിക്കുക, ഞാൻ ദേശത്ത് മഴ അയക്കാൻ പോകുന്നു. അപ്പോൾ ഏലിയാവിന് ചിന്തിച്ചൂടെ, കർത്താവാണ് എന്നോട് പറഞ്ഞത് ദേശത്ത് മഴ അയക്കും, അങ്ങനെയാണെങ്കിൽ കർത്താവ് ചെയ്യാനുള്ളത് കർത്താവ് ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഏലിയാവിന് അങ്ങനെ ചിന്തിച്ചാ പോലെ? അല്ല. ഹല്ലേലൂയ.
വാഗ്ദത്തം കേട്ടവൻ അടങ്ങി ഒതുങ്ങി ഇരുപ്പാനല്ല. ദൈവം നിന്റെ ലൈഫിൽ ഒരു വാഗ്ദത്തം നിവർത്തിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവിനങ്ങ് നിവർത്തിച്ചാൽ പോരെ. കർത്താവിനത് നിന്നെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? അതേ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ഇരുപ്പാനല്ല. ദൈവം എന്നോട് അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അല്ല. ഹല്ലേലൂയ. ദൈവമാണ് ഹല്ലേലൂയ ഏലിയാവിനോട് പറഞ്ഞു ഞാൻ ദേശത്ത് മഴയയക്കും. പക്ഷേ ഏലിയാവ് മുഴങ്കാലുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കണ്ട ഒരു മനുഷ്യനല്ല ഏലിയാവ്. പ്രൈസ് ദി ലോർഡ്. പർവ്വത മുകളിൽ താൻ തെളിയിച്ചു. ഒറ്റയൊരു പ്രാർത്ഥനയുള്ളൂ, കർത്താവേ ആമേൻ ഹല്ലേലൂയ നീ ഒന്ന് തെളിയിക്കണം, ഇസ്രായേലിൽ നീ മാത്രമേ ജീവനുള്ള ദൈവമുള്ളൂ. ഒറ്റ പ്രാർത്ഥന. പക്ഷെ അതിൽ താൻ ദൈവപ്രവൃത്തി കണ്ടു. എന്നാൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥനയിൽ കാര്യം നടന്നില്ല. ആമേൻ. വൃത്യനെ 1 അയച്ചു, 2 അയച്ചു, 3 അയച്ചു, മടുത്തില്ല. ദൈവമാണ് പറഞ്ഞത്, അതുകൊണ്ട് ദൈവം നിവർത്തിക്കും. എത്ര വൈകിയാലും ദൈവം നിവർത്തിക്കും. വൃത്യനെ വീണ്ടും അയക്കുക. 4ാമത്തെ പ്രാവശ്യം വന്നിട്ട് ഒന്നും കണ്ടില്ല, 5ാമത്തെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ല. 7ാമത്തെ പ്രാവശ്യം നിന്റെ മുൻപിലുണ്ട്. ആമേൻ. ഒരു മഴയുടെ മുഴക്കം തന്റെ കാതുകളിൽ താൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു മനുഷ്യന്റെ കൈപ്പത്തി പോലൊരു മേഘം ആ വൃത്യൻ കണ്ടെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഷീജ എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് കേൾക്കുന്ന പ്രിയ ആന്റിയോട് പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, ചിലതിനു വേണ്ടി നീ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളോട് ആരോടും പറയുവാൻ കഴിയാതെ ഉള്ളിനുള്ളിൽ ഒതുക്കി വെക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു. ആമേൻ. എന്റെ വിഷയം എനിക്ക് പറയുവാൻ ആരുമില്ലല്ലോ, എന്റെ അവസ്ഥകളെ കാണുവാൻ ആരുമില്ലല്ലോ, എനിക്ക് മാത്രം എന്തിനിങ്ങനെ നീ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ. നിനക്ക് വേണ്ടി ഒരു 7ാമത്തെ പ്രാവശ്യം നിനക്ക് വേണ്ടിയുണ്ട്. അത് നിന്റെ വിടുതലിന്റെ ടൈമാ. കൈപ്പത്തി പോലൊരു മേഘം നിന്റെ മുൻപിൽ വെളിപ്പെടും. ഇന്ന് പലതും അസാധ്യമാ. ഇന്ന് പലതും സ്തോത്രം ഹല്ലേലൂയ നോക്കുമ്പോൾ സാധ്യതയില്ല. സ്തോത്രം ഹല്ലേലൂയ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. പക്ഷെ പരിശുദ്ധാത്മാവ് ചിലതിന് മേൽ പ്രവർത്തിക്കും. വിശ്വാസം ഹല്ലേലൂയ മടുത്തു പോകാതെ വിട്ടുകളയാതെ ചുടബലവരബല പ്രാർത്ഥിച്ചോ. ദൈവിക പ്രവർത്തികളുടെ സമയം അടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഹല്ലേലൂയ ആലോചന കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ. സ്വർഗ്ഗത്തിന്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം അത് വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുക. കർത്താവ് ഒരു കൂട്ടത്തെ തിരയുക. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടർ, ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് പ്രാപിക്കുന്ന ഒരു കൂട്ടർ. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത്. എന്നാൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ഇത് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചതാ. ഞാൻ ഡയറക്റ്റ് പ്രാപിച്ച, ഞാൻ ആരുടെയും അടുക്കൽ നിന്ന് പ്രാപിച്ചതല്ല, ദൈവത്തിങ്കിൽ നിന്ന് ഞാൻ പ്രാപിച്ചതാ. ദൈവം ചിലത് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എത്ര പേർ അതിന് റെഡിയാണ്? ദൈവ സന്നിധാനത്തിൽ കാത്തിരിക്കുന്നവർ, കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരിക്കുന്നവർക്ക് വ്യത്യസ്തമായ ചില ദൈവിക വെളിപ്പാടുകളും ദർശനങ്ങളും, ചില വ്യത്യസ്തമായ ഡിഫറന്റ് ആയിട്ടുള്ളത് കർത്താവ് നൽകും. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാപിക്കുവാൻ, മറ്റുള്ളവരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരു ആഹ്വാനം ഈ സെഷനിൽ നൽകുകയാണ്. ജയശ്രീ എന്ന് പറയുന്ന കർത്തൃദാസിയുടെ പരിശുദ്ധാത്മാവ് പറയുക, അതേ ഹല്ലേലൂയ, ശുശ്രൂഷയുടെ ചില മേഖലകളെ കർത്താവ് ഒരുക്കും. നാവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. ജീവിതങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും സ്തോത്രം അവർ കടന്നു പോകുന്ന ചില സിറ്റുവേഷൻസും അവരുടെ മുൻപിൽ വെളിപ്പെടേണ്ട ചില കാര്യങ്ങളും സ്തോത്രം അങ്ങനെയുള്ള ചില വെളിപ്പാടിന് സ്തോത്രം ഒരു പ്രവചനത്തിന്റെ ഹല്ലേലൂയ ഡോറ് കർത്താവ് തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറിയ വലിയവ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പാദപീഠത്തിലിരുന്ന് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചു വ്യത്യസ്തമായ ഒരു തലത്തിൽ ചില ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില വെളിപ്പാടുകളും അതിൻ്റെതായിട്ടുള്ള ചില ദർശനങ്ങളും ദൈവാത്മാവ് കൈമാറി ഹല്ലേലൂയ വ്യത്യസ്തമായ തലത്തിൽ ഉപയോഗിക്കേണ്ടതിന് കർത്താവ് കരങ്ങളിൽ എടുക്കും. ഹല്ലേലൂയ.
രഹസ്യ ആമേൻ ഇതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ മറുപടിയൊന്നും കാണുന്നില്ല. ദൈവാത്മാവ് പറയും അങ്ങനെയുള്ള ചില മേഖലകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ തൊടും. അങ്ങനെയുള്ള ചില മേഖലകൾ കർത്താവ് തൊട്ട് ഷാതുലാരഘടകസിയ അർത്തുൽ പ്രവാലകൾ ദൈവീകമായ ചില പണികൾ കർത്താവ് ചെയ്തെടുക്കും. എന്റെ മുൻപിൽ സമയം തീരുകയാണ്. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവീക ആലോചനകൾ കർത്താവ് നമുക്ക് കൈമാറിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ ഇരിക്കുന്ന ഒരു തലമുറയെ കർത്താവ് തിരയുന്നുണ്ട്. ആമേൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവ് ഞാൻ അതിന്റെ അകത്തുള്ള ഒരു വ്യക്തിയായി ആമേൻ തീരണം, എന്നെ കർത്താവ് അങ്ങനെയൊന്ന് മാറ്റിയെടുക്കണം, ഞാൻ ദൈവസന്നിധാനത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് എന്നോട് ഡയറക്റ്റ് ഒന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. ശമൂവേൽ ബാലൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പെട്ടകത്തോടെ ചേർന്ന് കിടന്ന വ്യക്തി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ ചേർന്ന് കിടന്നത് വെറുതെ ആയില്ല. ആമേൻ ആമേൻ ഹല്ലേലൂയ. അബ്രഹാം യഹോവയുടെ സന്നിധാനത്തിൽ നിന്നു, യോശുവ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അന്നാ പ്രവാചക ദേവാലയത്തെ വിട്ടുപിരിയാതിരുന്നു. ആമേൻ നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ ആമേൻ സ്തോത്രം കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ടു. ദൈവം ആഗ്രഹിക്കുന്നത് ഓടി നടന്ന് ഒത്തിരി ഒന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. ആമേൻ ദൈവീക ആലോചനകളെ കർത്താവ് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് ഇതിനകത്ത് ചില സഹോദരിമാരെ കർത്താവ് കരങ്ങളെടുക്കും. ചില നശിച്ചു പോകുന്നവർക്ക് വേണ്ടി അബ്രഹാമിനെ പോലെ ഇടുവി നിൽപ്പാൻ, ഓ കർത്താവെ നീതിമാന്റെ കൂടെ നീ ദുഷ്ടനെ ആമേൻ സ്തോത്രം ദുഷ്ടന്റെ കൂടെ നീതിമാനെയും സംഹരിച്ചു കളയുമോ? ആമേൻ ഹല്ലേലൂയ. ഇടുവിൽ നിൽക്കുന്ന ഒരു അബ്രഹാമിനെ പോലെ ചിലരെ കർത്താവ് ഇതിന്റെ അകത്ത് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി കർത്താവ് എന്നെയും ഒന്ന് ഉപയോഗിക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണം, എങ്ങളുടെ പാദപീഠത്തിൽ വേറിട്ടിരിപ്പാൻ കർത്താവിന്റെ ആത്മാവ് കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവം, ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സംവിധാനം ഞങ്ങൾ അങ്ങേ സ്തുതിക്കണം. അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ചു. ആമേൻ ദൈവിക ആലോചനകളെ കൈമാറിയത് ഓർത്ത് നന്ദി. കർത്താവ് ഈ സെഷൻ ജോയിൻ ചെയ്തിരുന്ന ഓരോ കർത്താവ് പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ കടന്നു പോകുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി, ദൈവികമായ ചലനങ്ങൾ അവരുടെ വിഷയത്തിന് മേൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവസാന്നിധ്യത്തോളം അനുഭവിച്ചുവാൻ കർത്താവ് കൃപ ലീഡ് ചെയ്ത് കർത്താസ്ഥിതിയും അനുഗ്രഹിക്കണമേ. ആമേൻ സ്തോത്രം. ഓരോ സെഷൻസും കർത്താവ് ഈ പ്രവർത്തനം അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ഒരു വിടുതലും ആശ്വാസമായി തീരുവാൻ, തളർന്നിരിക്കുന്നവർക്ക് ഒരു ബലമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. തുടർമാനമായി നടക്കുന്ന ഓരോ സെഷൻസ് അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. വചനം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് വാഗ്ലേശ്വരം കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.